നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 18-ാം തീയതി 1200 ആണ്ട് ധനുമാസം 3-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് ബുധനാഴ്ച. അതേപോലെ ഇന്നത്തെ നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയം എന്ന് പറയുന്നതും ശുഭ നക്ഷത്രത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിനവും രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. എന്ത് ശുഭപ്രദമായ കാര്യങ്ങൾക്കും നമുക്കിറങ്ങാം. അത് വിജയത്തിലേക്ക് വരുന്ന കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇന്ന് അറച്ചു നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. കാരണം സമയം നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. അത് വിജയത്തിലേക്ക് വരുന്ന ദിവസം തന്നെയാണ്. ജോലിക്കാവട്ടെ, അല്ലെങ്കിൽ ബുധനായതുകൊണ്ട് പ്രവൃത്തികാരകനായതുകൊണ്ട് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങണം. നാളേക്ക് മാറ്റിവെക്കരുത്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. ധനുമാസത്തിലെ പൂയൻ നക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമാണ്. കുറച്ച് സാമ്പത്തിക പുരോഗതി മാത്രമല്ല, ജോലിയിൽ നേട്ടം ഉണ്ടാവും. പുതിയ പുതിയ സംരംഭങ്ങൾക്ക് നമുക്ക് വഴിതെളിക്കാം. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ മുടക്കം ആയിട്ട് നിന്നവർക്ക് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സഹായകരമായി തീരും. അതുപോലെ ബിസിനസ് വല്ല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. ജോലിക്കൊപ്പം തന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നവർക്ക് നല്ല സമയമാണ്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കെന്നറിയുക. അതുപോലെ ഇന്നും നമ്മൾ നല്ല സമയമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചില പ്രകൃതിയിൽ അനുകൂലമല്ലാത്ത സമയങ്ങളെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്താണ്? യാത്രയ്ക്ക് മാത്രം രാവുകാലത്ത് നോക്കണം. 12 തൊട്ട് 1:30 മണി വരെ രാവുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:21 രാവുകാലം തുടങ്ങുകയുള്ളൂ. 1:47 വരെ രാവുകാല സമയമുണ്ട്. ഇത് ശുഭയാത്രകൾ, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണ്ട. പക്ഷെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാലവും ഗുളികകാല സമയവും. അതിൽ യമകണ്ഠൻ്റെ സമയം വരുന്നത് 8:04 തൊട്ട് 9:30 വരെയും, ഗുളികകാല സമയം വരുന്നത് ഗുളികൻ്റെ സമയം വരുന്നത് 10:56 തൊട്ട് 12:21 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12:45 വരെ. ഈ സമയത്തിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ രാഹുവിൻ്റെ ബന്ധമുണ്ട്, ഗുളികൻ്റെ ബന്ധമുണ്ട്. അതുകൊണ്ട് ആകിലും നമുക്ക് ഈ അഭിജിത്ത് മുഹൂർത്തം ഇന്ന് എടുക്കേണ്ടതില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല മുഹൂർത്ത രാശിയുള്ള ദിവസമാണ്. എന്ത് ശുഭകാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് മുഹൂർത്തം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയം അനുഷ്ഠിച്ചുള്ള സമയം എടുക്കേണ്ടതില്ല. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രധാനമായിട്ട് വസ്ത്രം ധരിക്കേണ്ടത് പച്ച കളർ വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ഷാളായിട്ടോ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായകരമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.